റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായ ഒരു കവിതയുടെ വരികളാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇനിയും കാതങ്ങൾ എനിക്ക് സഞ്ചരിക്കാനുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ. ജീവിതത്തിൻ്റെ ഒരു തലമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ലോകം ഇനിയില്ല എന്ന് പറഞ്ഞ് മുദ്ര വച്ച് അടക്കം ചെയ്യപ്പെട്ടവൻ ഈ ലോകത്തോട് പറയുകയാണ്, ഇവിടെയല്ല, ഞാൻ വിയർക്കുന്നവനാണെന്ന്. ഈ മരണത്തിനപ്പുറമായൊരു ജീവിതം ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ നല്ല ശനി. സമാധാനത്തോടുകൂടെ കല്ലറയിൽ കർത്താവ് ഇരുന്നു എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയല്ല. അവൻ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്നാണ്. സുവിശേഷം എന്നത് നല്ല വാർത്തയാണ്. അതെപ്പോഴും അറിയിക്കേണ്ടതാണ്. താനായിരുന്ന സ്ഥലത്ത് ഉള്ളവരോട് സുവാർത്ത അറിയിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കറുത്ത ഏടുകളിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഈ ലോകം ഇനിയില്ല എന്ന് പറയുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും അടുത്ത നിമിഷം നിൻ്റേതല്ല എന്ന് ഈ ലോകം വിളിച്ചു പറയുമ്പോഴും മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ക്രിസ്തു സാന്നിധ്യം നാം അനുഭവിച്ച് അറിയുന്നത്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നാം അനുഭവിക്കുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.